ഇതാണ്ട ബമ്പർ അടിച്ച് ബമ്പർ 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 എടുത്ത് ഈ ബമ്പർ അടിക്കും. എനിക്ക് എന്തൊക്കെ മേടിക്കണം ഈ ബമ്പർ. 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ മുമ്പ് ആദ്യമേ ഒന്ന് വീഡിയോ ഓൺ ആക്കിയായിരുന്നു. അപ്പൊ 1 ലക്ഷം രൂപയായിരുന്നു. ഇപ്പൊ 5 ലക്ഷം ആക്കി കൂട്ടി. 5 ലക്ഷം രൂപ മതി. ഓരോ ദിവസം 5 ലക്ഷം ആണോ? എന്താ ബമ്പറങ്ങാണ് അടിക്കുവാണെങ്കിൽ 5 ലക്ഷം രൂപ അടിക്കുന്നു. നമ്മുടെ ഈ ഞാൻ എടുത്ത ബമ്പർ അടിക്കുവാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബിൽ നിന്ന് ഒരാൾക്ക് 10 ലക്ഷം രൂപ ഞാൻ തരുന്നതായിരിക്കും. അടിച്ചാൽ മാത്രം. അപ്പൊ നമ്മള് അടിക്കാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കുക കേട്ടോ. ഈ ബമ്പർ അടിച്ച അമ്മയ്ക്ക് എന്തൊക്കെ വേണം? ബമ്പർ അടിച്ച എനിക്ക് 5 ലക്ഷം രൂപ തന്നാ മതി ഒരു ദിവസം. പിന്നെ അങ്ങനെ വേണ്ട, അടിക്കുവാണെങ്കിൽ പിന്നെ ചോദിക്കരുത്. ഇല്ല പിന്നെ ചോദിക്കരുത്. ഇല്ല. പിന്നെ അപ്പൊ വീടൊന്നും പണിയുണ്ടായോ? വേണ്ട. 5 ലക്ഷം രൂപ വന്ന് 5 ലക്ഷം അമ്മയ്ക്ക് 5 ലക്ഷം രൂപയും കൊടുക്കും. ഞാൻ നാട് വിടുകയും ചെയ്യും. അടിക്കുവാണെങ്കിൽ മാത്രം മതിയല്ലോ. അടിക്കും. നിനക്ക് വല്ലവരും അടിക്കാതിരുന്നാ മതി. 5 കോടിയോ? അന്നേരം എത്ര? 25 കോടിക്കകത്തൊന്നും അമ്മയ്ക്ക് 5 ലക്ഷം രൂപ മതി. അമ്മയ്ക്ക് ഒരു 5 ലക്ഷം മതിയില്ലേ? അമ്മയ്ക്ക് 5 ലക്ഷം ഇനിയും പറ്റത്തില്ല. ഇനിയും കൂട്ടാൻ പറ്റത്തില്ല. ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ല മോനെ. ഇനിയിപ്പൊ എന്തിനാ, അത് മതി. ഒത്തിരി ആക്രാന്തം പാടില്ല. എന്നാലും മക്കള് തരുമല്ലേ. പിന്നെ അത് 25 കോടി എന്ന് പറയുമ്പോ ടാക്സ് എല്ലാം കഴിയുമ്പോ 10 കോടി വല്ലോ ആയിരിക്കും കൈ കിട്ടുന്നത്. 10 കോടിക്ക് എന്തോ ആവും. 10 കോടിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 10 കോടിക്ക് എന്തോ ഇല്ലേ? 10 കോടി ഇവിടെ ഒരു 10 ലക്ഷം കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ 10 കോടി. 5 ലക്ഷം ആയാലും എന്തുവോ 1000 രൂപ കിട്ടിയാ മതി. എടുത്ത 1000 രൂപ 500 രൂപ തിരിച്ചു കിട്ടിയാ മതി. 500 രൂപ അത് എഴുതിയിട്ടുണ്ടല്ലോ. മക്കളെ വല്ല കാര്യമുണ്ടോ? ഒരു മന്തി മേടിച്ചാ പോരായിരുന്നോ? അടിപൊളിയായിട്ട് കഴിക്കരുതായിരുന്നു? ഇതെടുത്തതോ വെറുതെ കളയാനല്ലേ ടിക്കറ്റ് പോയി. നമ്മള് ഭാഗ്യ പരീക്ഷണോ. നമ്മൾ എപ്പോഴും മന്തി മേടിക്കും. പക്ഷെ നമ്മളൊരു ഭാഗ്യക്കുറി എടുത്ത് അതങ്ങാണോ അടിച്ച അമ്മ കണ്ടു. ഞാൻ ആരോടും പറയാതെ പൈസ ഉണ്ടാക്കിയിട്ട് നാട് വിടും. അടിക്കും. 500 രൂപ അടിക്കും. അപ്പൊ നമ്മള് എനിക്ക് ലോട്ടറി ഒക്കെ അടിക്കുമായിരുന്നു. അമ്മയ്ക്ക് അടിക്കുമായിരുന്നു ലോട്ടറി. പക്ഷെ അത് അടിച്ച ലോട്ടറി വീണ്ടും എടുത്തിട്ട് അടിക്കുന്നത്. എനിക്ക് ഒരു വട്ടം അടിച്ചു ഓണത്തിന്. കഴിഞ്ഞ വർഷം 5000 രൂപ. അതെ ശരിയാ. കഴിഞ്ഞ ഓണം ബമ്പർ അമ്മയ്ക്ക് 5000 രൂപ അടിച്ചായിരുന്നു. ശരിയാ. കഴിഞ്ഞ ഓണം ബമ്പർ അമ്മയ്ക്ക് 5000 രൂപ അടിച്ചു. 100 രൂപ പോലും കിട്ടിയിട്ടില്ലയോ? എനിക്കും അടിച്ചിട്ടുണ്ട്. 200 100 അങ്ങനൊക്കെ 200 ഒക്കെ അടിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തോ അമ്മയ്ക്ക് അച്ഛനടിക്കും. അച്ഛന് മിക്കവാറും ഭാഗ്യക്കുറി അടിക്കും. അമ്മ ഒരു കാര്യം പറയാം. മോൻ കൊറേ ബമ്പർ മേടിച്ച് കടയിൽ വെക്ക്. വിൽക്കാനോ? അഥവാ ആരെങ്കിലും എടുത്തില്ലെങ്കിൽ നമുക്ക് അടിച്ചാലോ? അടിച്ചില്ലെങ്കിലോ? അടിച്ചില്ല എന്തോ എന്താ മോനെ? പോയി മേടിച്ചോണ്ട് വരാവോ? അമ്മ പൈസ ആരാ അവിടെ? അച്ഛനെ വിളിച്ചേ. അച്ഛനോട് ചോദിച്ചേ മോനെ. ഇങ്ങോട്ട് വിളിച്ചേ. കടയിൽ ലുലുമാളിന്റെ മുതലാളി. ഇവിടുന്ന് ആരും ലോട്ടറി എടുത്തത് അടിച്ച അമ്മയ്ക്ക് സങ്കടം വരത്തില്ലേ? അപ്പൊ നമുക്ക് വിൽക്കണ്ട. നമുക്ക് കയ്യിലൊക്കെ. അപ്പൊ അടിക്കുമല്ലോ. എന്തോ ഒരു ബുദ്ധി. അഥവാ കൊടുത്താലും നമുക്ക് കമ്മീഷൻ കിട്ടത്തില്ലയോ മോനെ? കച്ചവട തന്ത്രം. അതെ. ഞാൻ വന്നേ അച്ഛനോട് ചോദിക്കാം. ഓണം ബമ്പർ അടിച്ചാൽ അച്ഛൻ എന്ത് വേണം? മുടി ഇങ്ങോട്ട് വാ. കമോൺ പറ. ഓണം ബമ്പർ ഉണ്ട്. വീശി മണം അടിക്കുന്നു. കുപ്പി എടുത്തടാ. ഈ ഓണം ബമ്പർ അടിക്കുവാണെങ്കിൽ അണ്ണൻ എന്തോ മുഖത്തെല്ലാം കപ്പലിട്ട് ഇരിക്കുന്നു. ടച്ചിങ്സ് എടുത്തില്ല. സഞ്ചരിക്കുന്ന ബീവറേജ്. ഞാൻ കള്ളം ക്യാമറയിലോട്ട് നോക്കും. അണ്ണനായിരുന്നു ഇവിടുത്തെ പണി, കമ്പിപ്പണി. ഇന്ന് കാണിച്ചേ മോനെ. ഇല്ല, സാധനം പോയി. സാധനം തീർന്നു. മാറ്റി വെക്കണം ഇനി. അണ്ണാ പറ. ഇത് പറ. ഈ ബമ്പർ അടിക്കുവാണെങ്കിൽ അണ്ണൻ എന്താ വേണം? ഇങ്ങോട്ട് നോക്ക്. ബാർ തുടങ്ങട്ടെ. ചെറിയൊരു ബാർ. കള്ളുഷാപ്പ് തുടങ്ങി. സഞ്ചരിക്കുന്ന വേണ്ട. ഇരുന്നടിക്കാൻ ഫിക്സഡ് ആയിട്ടുള്ള ഒരു മിനി ബാർ ഡാഡിക്ക്. ഈ ലോട്ടറി പ്രാവശ്യത്തെ ബമ്പർ സമ്മാനം അടിക്കുവാണെങ്കിൽ എനിക്ക് മോൻ ഒരു സഞ്ചരിക്കാത്ത ഒരു
മിനി ബാർ. പറയാനാന്ന് പറ, ആരെങ്കിലും ഇങ്ങനൊക്കെ പറയുമ്പോ മോനെ അത് അടിക്കത്തില്ലെന്ന് ഉറപ്പാ. അടിക്കത്തില്ല. ഇവിടെ നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്തൊക്കെയാ ബമ്പർ അടിക്കും. അമ്മയ്ക്ക് 5 ലക്ഷം, എനിക്ക് 5 ലക്ഷം അല്ല, ഞാൻ അറിഞ്ഞില്ല 25 കോടിയാന്ന് ഞാൻ ഇല്ല. അച്ഛൻ സഞ്ചരിക്കാത്ത ബാർ ഇരുന്നടിക്കാൻ. ഓ വല്യച്ഛൻ എന്തുവാ? അന്യച്ചനൊന്നും വേണ്ട, 10 ലഡു മേടിച്ചും കൊടുത്താൽ മതി. 1 കവർ മുട്ടായും കൂടെ. 1 കവർ മുട്ടായി. അണ്ണൻ ഇത് മാത്രം മതിയോ? വേറെ എന്തെങ്കിലും വേണോ? ചെറിയ ആഗ്രഹം, സഞ്ചരിക്കുന്ന ഒരു ബാർ. അതെ, അത് പറ. നല്ല നമ്പരാ, മിക്കവാറും അടിച്ചാ നല്ല നമ്പരൊക്കെയാണ്. കൂട്ടുമ്പോ ഒറ്റ നമ്പരുവാ വരുന്നത്. അപ്പൊ ഇവിടെ കിടങ്ങി തന്നെ മതിൽ ഒന്നുകൂടെ അങ്ങ് പൊളിക്കാം. റോഡ് അതാ, റോഡ് അപ്പുറത്തെ സ്കൂളും കൂടെ അങ്ങ് മേടിക്കാം. നമ്മൾ ആ സ്കൂളും കൂടെ അങ്ങ് മേടിച്ച് അവിടെ ആക്രാന്തവാ. ആർത്തി കൊള്ളാം. അടിക്കത്തില്ലെന്ന് ഉറപ്പാ. അപ്പൊ നമ്മൾ അടിക്കുന്നിടം വരെ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പറയും. കാരണം നമ്മൾ മാത്രമല്ല അല്ലേ, എല്ലാരും ഇതെടുത്തേണ്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ആളുകളാണ്. പിന്നെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇത് ഈ സ്കൂൾ അങ്ങ് മേടിക്കണം. സ്കൂളും ഈ അയ്യോ അങ്ങ് മേടിക്കണം. എന്നിട്ട് ഇവിടെ ഗ്രൗണ്ട് അടിക്കണം, പിള്ളേർക്ക് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കാൻ. അമ്മയ്ക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കി. എന്തിന്? പിന്നെ അമ്മയുടെ റൂമിനോട് ചേർന്ന്. അമ്മക്ക് ബാത്റൂം ഇല്ല? അല്ല, ഇങ്ങനെ മുറിയിൽ അങ്ങോട്ട് ഇറങ്ങുവാനൊക്കെ ബാത്റൂം ഇതടിക്കുവാണേ. ഇതടിക്കുവാൻ ബമ്പർ അടിച്ച് അച്ഛന് വേറെ സ്കൂൾ അങ്ങ് മേടിക്കുന്നത്. അമ്മയ്ക്ക് എന്തുവോ? അമ്മയ്ക്ക് ഒന്നുമില്ല, അമ്മയ്ക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അമ്മയ്ക്ക് ആടാനൊരു ഊഞ്ഞാൽ. ശരിയാ, അമ്മയ്ക്ക് നരസിംഹത്തിനെ മോഹൻലാൽ ആടുന്ന തൊട്ടത് ഒരു ആട്ടുതൊട്ട്. എനിക്ക് അതൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ശരിക്കും എന്താ വേണം ബമ്പർ അടിച്ച? അമ്മ ശരിക്കും അമ്മയ്ക്ക് പിന്നെ ബമ്പർ അടിക്കുമെങ്കിൽ ശരിക്കും അമ്മ കമ്പത്ത് കൊണ്ടുപോകാം ചികിത്സിക്കാൻ. ബമ്പർ അടിക്കുവാണോ? അടിക്കുമ്പോഴേ കൊണ്ടുപോകത്തുള്ളൂ. വേദന ബമ്പർ അടിച്ചില്ലെങ്കിൽ എന്തോ ചെയ്യും? അമ്മയ്ക്ക് വള, പാദസരം മതി, ഇത്രയും മതി, വേറെ ഒന്നും വേണ്ട. എത്ര പവൻ ഒരു വള? ഒരു വള 10 പവൻ വെച്ച്. ഒരു വള 10 പവൻ. ഇപ്പൊ 2 വള 20, 2 പാവസരാകുമ്പോ 40 പവനോ? എന്തുവാ ഇത്? ഇതെന്തോ കാലം എന്തുകൊണ്ട് കയറ്റി? കാല ഇന്ന് രാവിലെ കമ്പി കൊണ്ട് കയറ്റി. എല്ലാ ദിവസവും ഉണ്ട്. അടി വേറെ പുതിയ തിരിപ്പുണ്ട് കുഞ്ഞു മേടിച്ചത്. ഇവിടെ അമ്മ മറ്റേ കമ്പിയുടെ അതിന്റെയൊക്കെ പണിയുണ്ട്. അപ്പൊ അവിടെ എല്ലാം നടക്കും. കാലേ കമ്പി കൊണ്ട് കയറ്റി. കയ്യിൽ എവിടെയായിരുന്നു നമ്മ കയറ്റിയെ? കയ്യെ മുറിഞ്ഞ്. ഇപ്പം കടയിലെ ബാൻഡേജ് തീർന്നില്ലേ വെച്ചാ? കടയിലെ ബാൻഡേജ് തീർന്ന അച്ഛന് സന്തോഷം. അതെ, എനിക്ക് മുറിഞ്ഞത് പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ ബാൻഡേജ് തീർന്നെന്ന് കേട്ടോ, എല്ലാരും കേട്ടല്ലോ. അപ്പൊ വല്ലതും പറയാനുണ്ടോ ബമ്പർ? മോനെ മോൻ പറയല. മോൻ 5 കോടിയോ? എനിക്ക് വള, പാദസരം, സഞ്ചരിക്കുന്ന ബാർ, സഞ്ചരിക്കാത്ത. എനിക്ക് ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞില്ലല്ലോ. 1/2 പവന്റെ പാദസരം, അത് അത്രയും മതി. 2 ഗ്രാം വെച്ച്, പിന്നെ ഓരോ 2 വള, അത്രയും മതി. ഇതുപോലെ എത്രയോ ആഗ്രഹങ്ങളുണ്ട് എന്റെ ദൈവമേ. ഇല്ലയോ? അതിലെ ഏറ്റവും നല്ല ആഗ്രഹമുള്ള ആൾക്കെങ്കിലും അടിക്കട്ടെ. ആർക്കെങ്കിലും പാവങ്ങൾക്ക് അടിക്കട്ടെ. എന്തായാലും ലോട്ടറി ഒക്കെ എടുക്കുന്നത് ചിലവാന്നൊക്കെ പറയുന്നവരോട് എല്ലാരും കാശുണ്ടാക്കിയത് ഇങ്ങനെ ഉള്ള വഴിയിൽ വെക്കുന്നത് തന്നെ. അപ്പം ആർക്കെങ്കിലും അർഹതയുള്ള ആർക്കെങ്കിലും ഒക്കെ ലോട്ടറി അടിക്കട്ടെ. പിന്നെ നമുക്ക് പറയരുതോ? നമുക്ക് അടിക്കട്ടെ. നമുക്ക് അടിച്ചാൽ ഒരാൾക്ക് 10 ലക്ഷം രൂപ ഞാൻ ഗിവ് അവേ ആയിരുന്നേ. ഓ, നമുക്ക് പറയരുതോ? നമുക്ക് പറയാം. പിന്നെ നിങ്ങൾക്ക് ഓരോ ആഗ്രഹങ്ങളല്ലേ, ബമ്പർ എടുക്കുന്ന എല്ലാ വീട്ടിലുള്ള ആഗ്രഹങ്ങള്. ഞാൻ എന്തായാലും ഇന്ന് ഞാൻ ഒരെണ്ണം എടുക്കും. ആണല്ലേ? അച്ഛന് ഉറപ്പാ. ഓ, അപ്പൊ മാറും മോനെ. അച്ഛൻ ഓൾറെഡി എടുത്ത് കാണും. ഒരെണ്ണം എടുക്കണ്ട, അണ്ണനല്ലേ സ്ഥിരം എടുത്ത് വലിക്കുന്നത്. ഓ, കായലൊന്നും ഇല്ല, അണ്ണൻ എന്താ? നീ എടുക്കുന്നില്ല ഇവിടെ ബമ്പർ? അപ്പൊ ഇന്ന് വീട്ടിലെ 1, 2, 3 ബമ്പർ എടുക്കുക. അതിൽ ഏതെങ്കിലും ഒരു ബമ്പർ അടിച്ചാൽ ശരിയാണ്. ഉണ്ണിത്താനാണ് അടിക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു ബമ്പർ അടിച്ചാൽ അത് പറയരുതെന്ന് പറയും. ഇവിടെ അടിച്ചാലെല്ലാം പറയാതിരുന്നാ പോരാ. ഇവിടെ എടുക്കുന്നതിന് മുമ്പ് അടിച്ചു കഴിയും. എന്നാ അടിച്ചാലെല്ലാം ഉള്ളു. അണ്ണന്റെ അടുക്കന്ന് പോയി എടുത്തോണ്ട് വാ. പിന്നെന്തുവാ, അണ്ണന്റെ അടുക്കെന്ന് പറഞ്ഞ എടുക്കണം. ശ്രീകുട്ടനെ എടുക്കും മോനെ ഒരെണ്ണം. ഇവിടുന്ന് എല്ലാരും ബമ്പർ എടുത്ത് ബമ്പർ അടിക്കുമായിരിക്കും കേട്ടോ. ഒരു ബമ്പർ അടിച്ചാൽ ഏത് കടയിന്ന്? കായംകുളത്ത് പല അങ്ങനൊന്നും ഇല്ലണ്ണ. നമ്മളിപ്പോ അങ്ങനൊന്നും അല്ല. കാരണം അമ്മയ്ക്ക് നല്ല സമയമായിരുന്നു ഇപ്പൊ. ശരിയാ, അമ്മയ്ക്ക് നല്ല സമയം കേട്ടോ. അമ്മയ്ക്ക് 2 ചിറ്റ് വീണ്.
കടം ചോദിക്കേണ്ട എല്ലാരും കടം ചോദിച്ചു. എന്താ കിട്ടി? അമ്മയ്ക്ക് 2 ചിറ്റ് വീണ്. പിന്നെ കൈ ഒന്ന് മുറിഞ്ഞ് അതിലെ കമ്പി കൊണ്ട് 10,000 രൂപയുടെ അടുത്ത് MRI ചെയ്ത് 13 രൂപ MRI ചെയ്ത് 5,000 രൂപയുടെ ഗുളിക. ഇപ്പൊ ആണ് കൈ ഒന്ന് മുറിഞ്ഞ് കാലേ കമ്പി മുറിഞ്ഞ് കുത്തി കേറി. എന്തോ ആരുടെയോ ഭാഗ്യവാ. അതെ, ഭയങ്കര എല്ലാം വന്ന് തട്ടി തട്ടി മാറ്റുമോ ദൈവം. ചിലപ്പോ ലോട്ടറി അടിക്കാനായിരിക്കും. അമ്മ പറഞ്ഞ എടുക്കട്ടെ മോനെ, മതി. ദൈവം തന്നെ വിചാരിക്കും ലോട്ടറി കിട്ടുമ്പോ പ്രാർത്ഥിക്കുന്നു. എന്താ സ്വഭാവം ഇതൊക്കെ? ദൈവങ്ങളെ, എന്റെ സൂര്യഭഗവാനെ, ഞാൻ ഭാഗ്യക്കുറി എടുക്കാം, എനിക്ക് അടിക്കണേ. അടിക്കും മിക്കവാറും അച്ഛൻ അടിക്കും അമ്മ. അപ്പു ഇതുവരെ അടിച്ചിട്ടില്ല, നിങ്ങളായിട്ട് മിക്കവാറും കൊള്ളും, അടി കൊള്ളും. പിന്നെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി 2000. മോനെ നല്ല നമ്പറാണല്ലോടാ. 82 29. ആഹാ 2 9. അമ്മ ഇത് കൂട്ടാം. 8 2 10 19 1 20 22 23 24 25. അപ്പൊ 7 കൂട്ടുമ്പോ 25. 5 2 7. അപ്പൊ ഭാഗ്യമുണ്ട് പോലെ. എന്ത് 7 വന്ന എന്താ ഭാഗ്യം? നമ്പരാ വന്നേക്കുന്നത് 7. അതിനെന്താ ഭാഗ്യവാ. ഇരട്ട നമ്പർ അല്ലല്ലോ, ഒറ്റ നമ്പർ അല്ലേ വന്നേ. 7 വന്നു. അപ്പൊ വേറെ 3 വന്നു, ഒറ്റ നമ്പര്. 1 വന്നു, ഒറ്റ നമ്പര്. അങ്ങനെ 9 വരെ വന്നെങ്കിൽ 9 പേർക്കും കിട്ടുമോ? അതെ മോനെ, അമ്മ പ്രാർത്ഥിക്കട്ടെ. അയ്യോ എന്റെ ഭഗവാനേ, എന്റെ ഭഗവാനേ, എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഈ ഭാഗ്യക്കുറി അടിക്കണേ. എന്റെ കൃഷ്ണ, എന്റെ പാർത്ഥസാരഥിയേ, എന്റെ ഗുരുദേവ, എന്റെ മാതാവേ, എന്റെ പള്ളിയിലൊക്കെ ഞാൻ എന്തോന്നൊക്കെ നടത്തിയേക്കാം. അതെ, 10 കോടിയുടെ പള്ളിയിലേ പെരുന്നാള് വരുന്നുണ്ട് മോനെ, നമുക്ക് പെരുന്നാളൊക്കെ നടത്താം. മന്ദിരത്തിലും കൃഷ്ണന്റെ അമ്പലത്തിലും ദൈവം, കൃഷ്ണൻ, ചെട്ടുളങ്ങര പള്ളി, ഗുരുദേവൻ എല്ലാരെയും വിളിച്ച് ചെട്ടുളങ്ങര അമ്പലത്തിൽ അമ്മൻ ചേരില്ല, മുതലി ചേരില്ല. അപ്പം അമ്മ ബമ്പർ എടുക്കുന്നു, അച്ഛൻ എടുക്കുന്നു, അനിയൻ എടുക്കുന്നു. ഒരു ബമ്പർ ഫാമിലിയായി ബമ്പർ ലോട്ടറി അടിക്കട്ടെ എന്ന വിശ്വാസത്തോടെ ടാറ്റ. എന്തോ പറയാൻ, എത്ര നാൾ കൊണ്ട് എടുക്കും ഓണം ബമ്പർ? എനിക്ക് കിട്ടിയില്ല, നിനക്ക് കിട്ടാനും പോകുന്നില്ല. എന്റെ 2 നമ്പറിന് അറിയാവോ? 3 നമ്പര് പോയത്. എന്റെ 6 നമ്പറിന് 1 കോടി നഷ്ടമായത്. അയ്യോ, വലിയ സങ്കടമായി പോയി. 6 നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ഭാഗ്യമില്ലാത്തടത്ത ഒരു നമ്പര് പോലും നേരെ വരത്തില്ല. ഞാനൊക്കെ എടുത്തിട്ടാണ് നോക്കാണ്ട്. എന്റെ 2 9 2 2-ന് 5,000 രൂപ പോയത്. ആ 8-ന് പകരം അവിടെ ഒരു, അല്ല ഈ 9-ന് പകരം അവിടെ ഒരു 8 ആയിരുന്നെങ്കിൽ 5,000 രൂപ കിട്ടിയത്. അപ്പൊ നീ ഒന്ന് ചിന്തിച്ച്, എന്റെ ഈ 6 നമ്പർ ഒരുപോലെ വന്നിരുന്ന എനിക്ക് 1 കോടി രൂപ പോയത്. അത് ഭയങ്കരമാ കേട്ടോ, അത് ഭയങ്കരമാ. അപ്പൊ ഞാൻ എന്തുമാത്രം സങ്കടപ്പെടണം. അതെ അതെ, കറക്റ്റാ. വേറെ വല്ലതും ഉണ്ടോ? ഈ TC ആയിരുന്നെങ്കിലോ? എന്റേത് TC ആയി. സ്കൂളിൽ വെച്ച് പോലും TC കിട്ടി കാണത്തില്ല. ഇങ്ങനെങ്കിലും TC കിട്ടട്ടെ. അമ്മയുടെ എന്തുവായിരുന്നു? TC ആയിരുന്നു. എനിക്ക് TC ഒക്കെ മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അന്ന് എന്നും ക്ലാസ്സിൽ കയറുക. നീയൊക്കെയോ? 6 നമ്പറിന് 1-ാം സ്ഥാനം പോയില്ലേ? 6 നമ്പറിൽ ഏതെങ്കിലും അടുത്തടുത്തെങ്കിലും വന്നോ? ഒരെണ്ണമെങ്കിലും എന്താ എഴുതി ഒട്ടിച്ച് കാണും. എന്തിയ മോന്റെ നമ്പര്? എന്റെ 8 2 2 9 2 2 2 9 2 2ക്ക് പകരം 2 8 2 2 ആയിരുന്നെങ്കിൽ 5,000 രൂപ കിട്ടിയേനെ. ഈ 5,000 ഇവൻ അടിച്ചിരുന്നെങ്കിൽ, ഈ ഓണം ബമ്പർ അടിച്ചായിരുന്നെങ്കിൽ അമ്മയൊന്നും ഇനി പണിക്ക് പോകണ്ടായിരുന്നു. ഇതിപ്പോ അമ്മയും അച്ഛനും പണിക്ക് പോയി തന്നെ ഞാൻ തിന്നണമല്ലോ അമ്മേ. ഇത് അടിച്ചായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ നിങ്ങളെ രാജാക്കന്മാരെ പോലെ വാഴിക്കാനായിരുന്നു. ഇതിപ്പോ നിങ്ങളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണമെന്നായിരിക്കും ദൈവത്തിന്റെ ഒരു ഹിതം. ഞങ്ങൾക്ക് അടിക്കണ്ട, ഞങ്ങൾക്ക് രാജാവ് ആണ്ട രാജ്ഞിയാണ്. അതെ, ഓണം ബമ്പർ അടിക്കാത്ത പക്ഷെ നിങ്ങൾ പണിക്ക് പോകണം, ഞങ്ങളെ നോക്കണം. ഞങ്ങള് നോക്കാം. അല്ലേലും അമ്മ അച്ഛനും കഷ്ടപ്പെട്ട് പണി ചെയ്തുകൊണ്ട് വന്ന് കഴിക്കുന്നതിന്റെ സുഖമൊന്നും ഓണം ബമ്പർ അടിച്ചാൽ കിട്ടത്തില്ല അമ്മേ. അല്ലേലും കൊള്ളത്തില്ല. ഇതിനകത്ത് നമുക്ക് നീ എന്തോ ഇരിക്കുവോ? ഇതിനി വേണ്ട, ഇതിനി എന്റെ ലൈഫിലില്ല. ഇല്ല. ഓഹോ, അടിച്ചിരുന്നെങ്കിൽ ഇത് കീറുവായിരുന്നോ? ചില്ലിട്ട് വെച്ചേനെ. വൈകിട്ട് കാന്താര കാണാൻ പോകുമ്പോൾ അതൊരു കാട്ടാളന്മാരുണ്ട്. അപ്പോൾ അവർ 1 മണിക്ക് അറിയാം. അല്ലേലും ഈ ഓണം മെമ്പറൊന്നും അടിക്കരുത്. 25 കോടി അടിച്ചാൽ 15 കോടിയേ കിട്ടത്തുള്ളൂ. ബാക്കി എല്ലാം ഗവൺമെന്റ് നമ്മൾ ടാക്സ് കൊടുക്കണം. പിന്നെ എന്തിനാ 25 കോടി എഴുതുന്നവന്മാര്? നീ അല്ലേ 5,000 രൂപ പോയെന്നും പറഞ്ഞു ഇപ്പൊ ഇവിടുന്ന് കരഞ്ഞത്? 5,000 രൂപ അടിച്ചാൽ 5,000 രൂപ കിട്ടും. അതിന് ടാക്സ് കൊടുക്കണ്ട, മനസ്സിലായോ? അപ്പൊ പിന്നെ അത് അടിക്കുന്നത് അല്ലേ ഇല്ലയോ? പക്ഷെ 25 കോടി അടിച്ചാൽ 15 10 കിട്ടത്തുള്ളൂ. അപ്പൊ സങ്കടം ഇല്ലയോ? കടുപ്പം. അല്ലെ 15 കോടി 5,000 രൂപ പോയെന്നും പറഞ്ഞു ഇരുന്ന് കരഞ്ഞവനാ 25 കോടിക്ക് സങ്കടപ്പെടുന്നു.
അത്രയൊന്നും നമുക്ക് വേണ്ട മോനെ. അതെ നമുക്ക് വല്ല 50 ലക്ഷമോ അതും വേണ്ട. എത്ര 20 1 ലക്ഷം രൂപ പൂജാ മെമ്പർ ഒരു പിടി പിടിക്കും. ഒന്നാം സമ്മാനം കിട്ടിയാലോ. അമ്മയ്ക്ക് 6 നമ്പറിന് ചിലപ്പോ അതും പോകും. അമ്മ പറഞ്ഞു വരുന്നത് തിരുവനന്തപുരത്തു നിന്നൊരു ലോട്ടറി, കൊല്ലത്തുനിന്ന് ഒരെണ്ണം, കരുനാപ്പള്ളിയിൽ നിന്ന് ഒരെണ്ണം, കായംകുളത്തുനിന്ന് ഒരെണ്ണം, മാവേലിക്കരോട്ട് അങ്ങ് കോഴിക്കോട്. അവസാനത്തെ സ്ഥലം ഏതാ? ആലപ്പുഴ, അമ്പലപ്പുഴ, തൃശ്ശൂര്. അതാണ് അവിടെ കൊണ്ട് തീരുവോ കേരളം? അവസാന സ്ഥലം കന്യാകുമാരി വരെ. കന്യാകുമാരി അല്ല, തിരുവനന്തപുരം മുതൽ പാറശാല വരെ. തിരുവനന്തപുരം പാറശാല അത് കാസർഗോഡ് വരെ, അവിടുന്ന് വരെ എടുക്കണമെന്നാണ് അമ്മ പറയുന്നത്. ആണോ? അങ്ങനെ അടിക്കത്തുള്ളൂ, അടിക്കണ്ട. ഇല്ല, ലോട്ടറി എന്നൊക്കെ പറയുന്ന ഭാഗ്യം, അതൊന്നും വേണ്ട. അമ്മ അച്ഛനും കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരതയായിട്ട് പണിക്ക് പോയി കിട്ടുന്ന ആനന്ദമൊന്നും ലോട്ടറി അടിച്ചാൽ കിട്ടത്തില്ല. എന്റെ മോനെ ഞങ്ങൾ എന്തിനാ വളർത്തിയതപ്പം നിങ്ങളെ? നിങ്ങൾ പണിക്ക് പോകും, നിങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എന്നെ അനുഗ്രഹിക്കൊന്നും വേണ്ട. നീയൊക്കെ പോയി വല്ല വേല എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെ നോക്കാം. ഞങ്ങൾ വേലയെടുത്ത് തിന്നാമെന്ന് നിങ്ങൾ കരുതണ്ട. കാരണം നിങ്ങൾ പണിക്ക് പോകണം. ആയ കാലത്ത് ഒരു പെട്രോൾ പമ്പോ ഒരു തിയേറ്ററോ അല്ലെങ്കിൽ ഒരു 10 സെന്റ് ഭൂമിയോ വാങ്ങിച്ചിട്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ടായാലും ഞാൻ ഒരു ബിസിനസ് തുടങ്ങി ജീവിക്കത്തില്ലായിരുന്നു. അതിൽ കൂടിയതൊന്നും ജീവിക്കത്തില്ലായിരുന്നു. സ്വർണ്ണക്കടയായിരുന്നു മതിയായിരുന്നു. അതെന്താ പറയാഞ്ഞത്? അതെന്താ പറ്റുക? അങ്ങനെയുള്ള അവർക്ക് പോയി പെണ്ണ് കെട്ടിച്ചു. പോയി കെട്ടി അവരുടെ പോയി അതൊക്കെ വരവാ മോനെന്താ 100 രൂപയുടെ കാര്യം എല്ലാം വരവാ. എന്തോത്തിന് നടക്കുവോ? 15 കോടി അടിച്ചായിരുന്നെങ്കിൽ 1 കോടി രൂപയുടെ സ്വർണം മേടിച്ച് ലോക്കറി വെക്കും. ലോക്കറി വെച്ച് കഴിഞ്ഞ് 5 വർഷം ആകുമ്പോഴത്തേന് അത് 5 കോടിയാകും. ഇതുവരെ ഒരു ബസ് എടുക്കും. ഒരു ബസ് എടുത്തിട്ട് അത് ഓൾ ഇന്ത്യ ട്രാവൽ ഓടണം. കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം. എന്നിട്ട് അതിനകത്തുനിന്ന് പൈസ എല്ലാ മാസം കിട്ടും. അതിനകത്തുനിന്ന് ചിട്ടിക്ക് കയറണം. ലോട്ടറി അടിച്ച് വട്ടായെന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് ലോട്ടറി അടിക്കാതെ വട്ടായെന്ന് തോന്നുന്നു. 15 കോടി, ബാക്കി 10 കോടി, ബാക്കി ഒരു 2 കോടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല കാർ എടുക്കണം. അയ്യോ ഒരു വളയും പാദസരവും കമ്മലും മേടിച്ചതാണ്. സ്വർണ്ണക്കടയൊക്കെ തുടങ്ങുന്ന റിസ്ക്. എന്നാലും കുഴപ്പമില്ല. ഒരു ഖാദിപ്പൂവെങ്കിലും മേടിച്ചതാടാ. ബസ്സും കാറും ലോറിയൊക്കെ മേടിക്കാതെ.